ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം വേളാങ്കണ്ണി പോയത് ട്രിച്ചി വഴിയാണ്. അങ്ങനെ അപ്പം ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് വേളാങ്കണ്ണി വരെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രിച്ചിയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ട്രാഫിക് ആയിരുന്നു. ഗൂഗിൾ മാപ്പിലൊക്കെ ആണെങ്കിൽ എത്രയോ മിനിറ്റ് ഡിലേ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ മാപ്പിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എന്താണ് ഈ ഇത്രയും ട്രാഫിക് വരാൻ കാരണം എന്ന് നോക്കിയപ്പോഴാണ് ഇവിടെയാണെങ്കിൽ ഒരു ട്രിച്ചി ബേർഡ്സ് പാർക്ക് ഉണ്ട്, അതിലേക്ക് കയറുന്നതിൻ്റെ തിരക്കായിരുന്നു ഇത്രയും വലിയ ട്രാഫിക്. നിരങ്ങിയായിരുന്നു വണ്ടികളൊക്കെ നീങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഇച്ചാനോട് പറഞ്ഞു, ഇച്ചായ ഇവിടെ എന്തൊരു പാർക്കുണ്ട്, അതിൻ്റെ തിരക്കാണ്. അങ്ങനെ ഇച്ചായം പറഞ്ഞു, നമ്മൾ വേളാങ്കണ്ണി നേരത്തെ പോയി എത്തിയിട്ട് അവിടെ കാര്യമൊന്നുമില്ല, എന്തായാലും നമ്മൾ ട്രിച്ചി വരെ വന്നതല്ലേ, നമുക്ക് എന്തായാലും ബേർഡ്സ് പാർക്കൊക്കെ കണ്ടിട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് പാർക്കിംഗ് എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ റോഡ് സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ പാർക്കിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അറിഞ്ഞത് പാർക്കിംഗ് ലോട്ടാണെങ്കിൽ പാർക്കിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇച്ചായം പോയി വണ്ടി എടുത്തിട്ട് വന്നു പാർക്ക് ചെയ്യാൻ. ഞങ്ങൾ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു, അതിൻ്റെ കൂടെ ഭയങ്കര ചൂടുമായിരുന്നു. ഒരാൾക്കാണെങ്കിൽ 200 റുപ്പീസാണ് ടിക്കറ്റ് ചാർജ്. ഈ ബേർഡ് പാർക്കാണെങ്കിൽ 4 ഏക്കറിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാമല്ലോ, അത്യാവശ്യത്തിന് കാണാനും എക്സ്പ്ലോർ ചെയ്യാനും ഉണ്ട്. ആദ്യം തന്നെ ഞങ്ങൾ അവിടെ കയറിയപ്പോൾ കണ്ട ബേർഡാണ് ഓസ്ട്രിച്ചും എമ്മുവും. പിന്നെ ഇച്ചോട്ടിനാണെങ്കിൽ ആനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സന്തോഷം. ഇവിടെയാണെങ്കിൽ വെറൈറ്റി ടൈപ്പ് ഓഫ് സ്പീഷീസ് ഉണ്ട്. ഹെന്ന് തന്നെ പല തരത്തിലുണ്ട്, അതും പല കളറിലാണ് ഹെന്നുള്ളത്. പിന്നെ ഞങ്ങൾ കുറേ ഡക്കൊക്കെ കണ്ടായിരുന്നു. അപ്പം ഡക്കാണെങ്കിൽ സെയിലിനും കൊടുക്കുന്നുണ്ടായിരുന്നു, ഒരെണ്ണത്തിന് 500 റുപ്പീസ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ആ ഭാഗത്തോട്ടേ നോക്കിയില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് ആനിമൽസിനെയൊക്കെ കണ്ടിങ്ങനെ നടന്നു വന്നുകൊണ്ടിരുന്നപ്പോഴാണ് കുറേ കുട്ടികളൊക്കെ ആണെങ്കിൽ ആനിമൽസിനെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏത് ആനിമൽസിനെയാണെന്നറിയോ? ഗിനി പിഗിനെയും റാബിറ്റിനെയും അവർ ഫീഡ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അഡൾട്ടുകാർക്ക് പറ്റില്ല, ഓൺലി കുട്ടികൾക്ക് മാത്രമേ ഫീഡ് ചെയ്യാൻ അവർ ഇതിൻ്റെ അകത്തേക്ക് അലൗ ചെയ്യുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ എബിക്കുട്ടനോട് ചോദിച്ചു, നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ആനിമൽസിനെ ഫീഡ് ചെയ്യാൻ? അപ്പോൾ അവൻ ഭയങ്കര ത്രില്ലടിച്ച് നിൽക്കുകയായിരുന്നു. ഇതിൻ്റെ അകത്ത് ആണെങ്കിൽ ഒരു ചേച്ചി ഇരിപ്പുണ്ട്, ആ ചേച്ചി നമുക്കാണെങ്കിൽ ക്യാബേജ് കട്ട് ചെയ്ത് നമുക്ക് തരും. എബിക്കുട്ടനാണെങ്കിൽ ഒരു റാബിറ്റിന് ക്യാബേജ് കൊടുത്തപ്പോൾ അത് ഫുഡ് കഴിക്കുന്നേ ഇല്ല. അപ്പോൾ അവന് ഭയങ്കര സങ്കടമായി. എല്ലാവരും ഫുഡ് കൊടുക്കുകയല്ലേ, അപ്പം അതിൻ്റെ വയർ ഫുള്ളായോണ്ടായിരിക്കും ചിലപ്പോൾ അത് മേടിക്കാത്തത്. എന്തായാലും ലാസ്റ്റ് ഒരു റാബിറ്റ് അവൻ്റെ കയ്യിൽ നിന്ന് ക്യാബേജ് മേടിച്ചു, എന്നിട്ടാണ് എബിക്കുട്ടൻ ഹാപ്പി ആയത്. ഇത് കണ്ട് ഇച്ചൂട്ടനാണെങ്കിൽ ആകെ വയലൻ്റായി. അവനും അകത്തേക്ക് കയറണമെന്ന്, പക്ഷെ അവനെ നമുക്ക് അകത്തേക്ക് വിടാൻ പറ്റില്ലല്ലോ, പാരൻസിനെ അലൗഡ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അവനെയും കൊണ്ട് അകത്തേക്ക് കയറാനും പറ്റില്ല, അവനെ ഒറ്റയ്ക്ക് വിടാനും പറ്റില്ലല്ലോ. പിന്നെ അവിടെ അങ്ങ് കരച്ചിലും കൂലൊക്കെ ആയിരുന്നു. ഞങ്ങൾ പിന്നെ ആണെങ്കിൽ വേറെ ആനിമൽസിനെയൊക്കെ കാണിച്ചിട്ട് അവൻ്റെ മൈൻഡൊക്കെ ഡൈവേർട്ട് ചെയ്യായിരുന്നു. പിന്നെ ഞങ്ങളാണെങ്കിൽ വെറൈറ്റി ടൈപ്സ് ഓഫ് കളർഫുൾ സ്നേക്സിനെയൊക്കെ കണ്ടു. ഭയങ്കര ടൈനി സ്നേക്സ് ആണ്, ടൈനിയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഭയങ്കര പോയ്സണസ് ആണ്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഷസ് ഒക്കെ ഉണ്ടായിരുന്നു. ആണെങ്കിൽ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഭയങ്കര തിരക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ എന്താണ്, നമുക്ക് ഫിഷസിനെ ഫീഡ് ചെയ്യാം. അങ്ങനെ അവിടെ തന്നെ ഒരു സ്റ്റാഫ് ഇരിപ്പുണ്ട്, അവർ തന്നെ നമുക്കാണെങ്കിൽ ഫിഷിന് ഫീഡ് ചെയ്യാനുള്ള ഫുഡ് നമുക്ക് തരും. അങ്ങനെ എല്ലാവരും ആണെങ്കിൽ ഫിഷിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി ഫുഡ് മേടിക്കാൻ ക്യൂ നിൽക്കുകയായിരുന്നു. അപ്പം ഇച്ചായൻ ചോദിച്ചു, നീ ഫീഡ് ചെയ്യുന്നൊന്നും ഇല്ലേ ആനിമൽസിനെ? എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര പേടിയായി ഈ ആനിമൽസിനെയൊക്കെ ഫീഡ് ചെയ്യാൻ. ഇച്ചായനാണെങ്കിൽ ഒരു പേടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇച്ചായൻ ഫീഡ് ചെയ്തോ, ഞാൻ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞു. എബിക്കുട്ടനാണെങ്കിൽ ആനിമൽസിനെ ഫീഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ആദ്യമാണെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, പേടിയൊക്കെ തന്നെയാണ്. പക്ഷേ ആനിമൽ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എബിക്കുട്ടന് ഒരു പേടിയില്ല. ഇച്ചൂട്ടനാണെങ്കിൽ പിന്നെ ഒരു തരി പേടിയേ ഇല്ല. അവനാണെങ്കിൽ അറിയുന്ന പ്രായം ആയിട്ടില്ലല്ലോ, ചിലപ്പോൾ ആനിമൽസിനെ നമ്മൾ ടച്ച് ചെയ്യുമ്പം എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അവൻ അറിയാത്തതുകൊണ്ടായിരിക്കും അവന് പേടിയില്ലാത്തത്. എന്തായാലും ഇച്ചായൻ്റെ ധൈര്യം തന്നെ 2 കുട്ടികൾക്ക് കിട്ടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ വിചാരിക്കും ഇവർ ബേർഡ് പാർക്കിൽ കയറിയിട്ട് ഇതുവരെ ഒരു ബേർഡിനെ പോലും കാണിച്ചില്ലല്ലോ എന്ന്. ഇനിയാണ് ഞങ്ങൾ ബേർഡ് പാർക്കിലേക്ക് കയറാൻ പോകുന്നത്. കയറുന്നതിന് മുന്നേ നമ്മളോട് ഹാൻഡ് നന്നായി വാഷ് ചെയ്യാൻ അവർ പറയും. അത് കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ ബേർഡ്സിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി ഫുഡൊക്കെ നമ്മുടെ കയ്യിൽ തരും. ആസ് യൂഷ്വൽ ഞാൻ കൈയൊക്കെ കഴുകിയിട്ടാണെങ്കിൽ ഫുഡൊക്കെ മേടിച്ചു. ഞാനത് അങ്ങനെ ഇച്ചായൻ്റെ കൈ കൊടുത്തു. എനിക്ക് ഭയങ്കര പേടിയാണല്ലോ, ഞാൻ ആനിമൽസിനെ ഫീഡ് ചെയ്യില്ലല്ലോ.
നമ്മളും കിളികളും ഒരേ കൂട്ടിലായതുകൊണ്ട് നല്ലൊരു വൈബ് തന്നെയായിരുന്നു. ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡിഫറെൻറ്റ് സെക്ഷനായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. ബേർഡ്സ് ആണെങ്കിൽ എല്ലായിടത്തും സെയിം തന്നെയാണ്. പക്ഷേ മൗണ്ടൻ സോണ്, ഫോറസ്റ്റ് സോണ്, അഗ്രികൾച്ചർ സോണ്, സീഷോർ സോണ്, ഡെസേർട്ട് സോണ് എന്ന് പറഞ്ഞുകൊണ്ട് തരം തിരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഓരോ സെക്ഷനിലേക്ക് നമ്മൾ നടക്കുമ്പം അതിൻ്റെ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. മൗണ്ടൻസിലേക്ക് പോകുമ്പോൾ ഫുള്ള് മൗണ്ടൻസ് ആണ്. അതുപോലെ സീഷോർ പോകുമ്പം സീഷോറിൻ്റെ സെറ്റപ്പാണ്. അതുപോലെ ഡെസേർട്ടിലേക്ക് പോകുമ്പം ഫുള്ളും ഡെസേർട്ടാണ്. പിരമിഡൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ബേർഡ്സിനാണെങ്കിൽ ചൂടെടുക്കാതിരിക്കാൻ വേണ്ടി മിസ്റ്റ് പോലെ വെള്ളമാണെങ്കിൽ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു, സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ ഈ ബേർഡ് പാർക്ക് ആണെങ്കിൽ ഫേസ്ബുക്കിൽ കണ്ടപ്പം ഞങ്ങളിത് വിസിറ്റ് ചെയ്യാൻ പോകണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ ട്രെയിനിന് പോകണമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. കോയമ്പത്തൂർ വണ്ടി ഇട്ടിട്ട് അവിടുന്ന് ട്രെയിൻ കയറിയിട്ട് ട്രിച്ചി പോയി കണ്ടു കഴിഞ്ഞിട്ട് വരണമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. എന്തായാലും ഞങ്ങളിപ്പോൾ ഈ വേളാങ്കണ്ണി പോയപ്പോൾ ഇതിൻ്റെ മുന്നിൽ കൂടിയാണ് ഞങ്ങൾ പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ബേർഡ് പാർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റി. ബേബിക്കുട്ടനാണെങ്കിൽ പിന്നെ സങ്കടമായി. ബേർഡ്സ് ഒന്നും അവൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് മേടിച്ച് കഴിക്കുന്നേ ഇല്ല. അങ്ങനെ ഒരു ബേർഡാണെങ്കിൽ ഇച്ചായൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം ഇച്ചായനാണെങ്കിൽ എബിക്കുട്ടനോട് പറഞ്ഞു, നീ കൈ വെക്ക്, അപ്പം ആ ബേർഡ് നിൻ്റെ കയ്യിൽ നിന്ന് കഴിച്ചോളും. അങ്ങനെ ആ ബേർഡാണെങ്കിൽ എബിക്കുട്ടൻ്റെ കയ്യിൽ നിന്ന് കഴിച്ചപ്പോഴത്തേക്ക് അവൻ ഭയങ്കര ഹാപ്പിയായി. ഇവിടെ ആണെങ്കിൽ ചെറിയ ബേർഡ്സ് മാത്രമല്ല കേട്ടോ, വലിയ ബേർഡ്സ് ഒക്കെ ഉണ്ട്, മെക്കാവും ഒക്കെ ഉണ്ട്. പക്ഷെ അതാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡൊന്നും മേടിക്കാൻ വരുന്നില്ല. ഈ ചെറിയ ബേർഡ്സ് ആണ് കൂടുതലും നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡ് മേടിക്കാൻ വരുന്നത്. എൻ്റെ അഭിപ്രായത്തിന് 200 റുപ്പീസിന് വേർത്താണ് ഈ പാർക്ക് കാണാൻ. എന്തായാലും ആരെങ്കിലും ട്രിച്ചിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണിത്. എല്ലാവരും ആണെങ്കിൽ കിളികളെ ആണെങ്കിൽ ഫീഡ് ചെയ്യാൻ കൈയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആണെങ്കിൽ ആ ബേർഡ്സ് ഒന്നും വരുന്നേ ഇല്ല. എന്താണെന്നറിയില്ല, പപ്പായുടെ അടുത്തേക്കാണെങ്കിൽ എല്ലാ കിളികളും വരുന്നുണ്ടായിരുന്നു. പപ്പായുടെ തലയിൽ വരെ ആണെങ്കിൽ കിളികളൊക്കെ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ആണെങ്കിൽ ഒരു ലേഡി പറഞ്ഞു, തലയിൽ എന്തോ കിട്ടാനുണ്ട്, അതാണ് കിളികളെല്ലാം തലയിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എല്ലാവരും ആണെങ്കിൽ പപ്പായുടെ അടുത്ത് വന്ന് നിൽക്കുകയായിരുന്നു. അങ്ങനെയെങ്കിലും കിളികളെല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്നും ഫുഡ് മേടിച്ച് കഴിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പപ്പായുടെ അടുത്ത് വന്ന് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ അവിടെ എല്ലാം നടന്ന് ആകെ ടയേർഡായി. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. അവിടുന്ന് ഞങ്ങൾ ലെമൺ ഗോലി സോഡയും ഇച്ചാനാണെങ്കിൽ വെജ് പപ്സും മഷ്റൂം പപ്സും ഒക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇച്ചായനും എബിക്കുട്ടനും ആണെങ്കിൽ കാർ എടുക്കാനാണെങ്കിൽ പാർക്കിംഗ് ലോട്ടിലേക്ക് പോയി. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.